ഹലോ വെൽക്കം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ആഴ്ച നമ്മളെ PNL വീഡിയോ ആണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ വീക്കിൽ എന്തായിരുന്നു എന്ന് നോക്കാം. ഇപ്പം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് 8-ാം തീയതിയാണ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു, ഓൾമോസ്റ്റ് ഒരു റേഞ്ച് മാർക്കറ്റാണ്. ചൊവ്വാഴ്ച കുറച്ച് അപ്പ് സൈഡിലേക്ക് പോയി, വീണ്ടും നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ടോട്ടൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇതിൽ നമ്മളെ പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഞാൻ കോട്ടക് സെക്യൂരിറ്റീസിൻ്റെ കോട്ടക് ന്യൂ ആണ് ചൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം. അപ്പം അതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ 1, 2, 3, 4 ദിവസം പ്രോഫിറ്റും ഒരു ദിവസം ലോസുമാണ്. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഒരു 5087 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 3709 രൂപ ചാർജസ് എല്ലാം കഴിഞ്ഞ് ബാക്കി നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പം ഇതായിരുന്നു നമ്മൾ ഈ വീക്കിൽ നമ്മളെ പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പം ഈ ആഴ്ച നോക്കുമ്പോൾ ഒരു ബ്രേക്ക് ഇവൻ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ട്രാറ്റജി കുറച്ചൊന്ന് മാറ്റങ്ങൾ വരുത്തി. ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമ്മൾ എന്താക്കണ്ട, നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ട്രേഡ് നോക്കരുത്. നമ്മൾ വന്ന ലോസ് റിക്കവർ ചെയ്യാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്തിട്ട് അതിനെ പ്രോഫിറ്റബിൾ ആക്കാനാണ് നോക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലും കൂടി നോക്കി നോക്കാം എന്തായിരുന്നു നമ്മളെ പ്രോഫിറ്റ് എന്നുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 29,240 പ്രോഫിറ്റ്. അതിൽ ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് 28,011. അപ്പം നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്ക് നല്ല പ്രോഫിറ്റ് ആണ്, എന്നാൽ അടുത്ത വീക്കിൽ നമുക്കൊരു ബ്രേക്ക് ഇവൻ പോലെയാണ്, ചെറിയൊരു പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോസ് വന്നപ്പം നമ്മൾ ചെയ്തൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആ ലോസിനെ എങ്ങനെ റിക്കവർ ചെയ്യാന്നുള്ളതാണ്. പിറ്റേന്ന് നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം അതായത് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ ലോസിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് നമ്മളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓപ്ഷൻ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ആണ്. ഹെഡ്ജിങ് സ്ട്രാറ്റജീസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇത്ര ട്രേഡും അതേപോലെ തന്നെ ഇത്ര ലെവലിലെത്തിയാൽ മാത്രം നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. മറ്റേ നമുക്ക് ഓപ്ഷൻ ബൈയിങ്ങിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ ഒരു മൂവ്മെൻറ്റ് വേണം. നമുക്ക് ഈ ആഴ്ചയിൽ നമുക്കൊരു ദിവസം ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ ഈ വീക്ക് പ്രോഫിറ്റബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ക്യാപിറ്റലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാവരും നമുക്ക് പ്രോഫിറ്റ് മാത്രമേ കാണിക്കുക, നമ്മളിവിടെ നമ്മളെ ക്യാപിറ്റലും കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇവിടെ 2,05,000 ഇതാണ് നമ്മളെ കറണ്ട് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്താ വെച്ചാൽ കുറച്ച് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 3.7 ആയിരുന്നു എൻ്റെ ക്യാപിറ്റൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് കുറച്ച് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ബൈ.